വീണ്ടും ലവ് ജിഹാദ് വാർത്തകൾ പുറത്തുവരികയാണ്. +2 വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാമിലൂടെ വലയിലാക്കി മതം മാറ്റാൻ ശ്രമം. കൊട്ടാരക്കരയിലാണ് സംഭവം. സ്കൂൾ വിദ്യാർത്ഥിനി പ്രണയം നടിച്ച് ബന്ധം സ്ഥാപിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാം ആകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും ആവശ്യം. 19കാരനെതിരെ പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശിനികളായ പെൺകുട്ടികളാണ് 19കാരനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് സൗഹൃദം നടിച്ച് പ്രണയത്തിലായ ശേഷം ഹിന്ദുമതത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തി മുസ്ലിമാക്കാനാണ് യുവാവ് ശ്രമിക്കുന്നത് എന്ന് പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നു. യുവാവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ 2 പെൺകുട്ടികളും സത്യം പറയാൻ മുന്നോട്ട് വരികയായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. എത്ര പെൺകുട്ടികൾ 19കാരന്റെ വലയിൽ വീണിരിക്കുന്നുണ്ടാവും എന്നും പരാതിക്കാരികൾ ആശങ്കപ്പെടുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവന് ഇഷ്ടമല്ല, പൊട്ടിടാനോ കുറിയിടാനോ ഒന്നും സമ്മതിക്കില്ലെന്ന് പെൺകുട്ടി പറയുന്നു. മലപ്പുറം പൊന്നാനിയിൽ 15 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്, അതിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുവെന്ന് പരാതിക്കാരികളിൽ ഒരാൾ പറയുന്നു. 19കാരൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലോ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയാലോ ആത്മഹത്യാ ഭീഷണി മുഴക്കുമെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. അവന് മെസ്സേജ് അയക്കാതിരുന്നാൽ തനിക്ക് പല പ്രൊഫൈലുകളിൽ നിന്നും പലരും മെസ്സേജ് അയക്കുമെന്നും വലിയൊരു സംഘം അവന്റെ പിന്നിലുണ്ടെന്നും പെൺകുട്ടി ആരോപിച്ചു. തന്നെയും വീട്ടുകാരെയും തെറി വിളിക്കുമെന്നും നിരന്തരം ഉപദ്രവം തുടർന്നതിനാലാണ് പരാതിയുമായി എത്തിയതെന്നും പെൺകുട്ടി വ്യക്തമാക്കി. എന്നെക്കുറിച്ച് മോശമായിട്ടാണ് അവൻ സ്കൂൾ ഗ്രൂപ്പിലും മറ്റും പറയുന്നതെന്നും പരാതിക്കാരികളിൽ ഒരാൾ കൂട്ടിച്ചേർത്തു. പ്രണയബന്ധം വീട്ടിലറിഞ്ഞ് പ്രശ്നമായപ്പോൾ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതാണെന്നും എന്നാൽ 19കാരൻ സമ്മതിക്കാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കുമെന്നും പെൺകുട്ടി പറയുന്നു. തുടർന്ന് തന്റെ കൂടെ പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ആവർത്തിച്ചപ്പോൾ സ്കൂളിൽ വെച്ച് അടിച്ചുവെന്നും പെൺകുട്ടി കൂട്ടിച്ചേർക്കുന്നു. നിരന്തര ഭീഷണിയെ തുടർന്ന് ഭീതിയോടെ ജീവിക്കുന്ന കുടുംബം കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. +2 വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവാവ് വലയിലാക്കിയത്. പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം മതം മാറാൻ ഇയാൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. ഇതിനായി പൊന്നാനിയിലെ സത്യസരണയിൽ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നും മതം മാറിയാൽ വലിയ തുക കിട്ടുമെന്നും ആ പണം കൊണ്ട് വീട് വെക്കാമെന്നും സഹോദരി വിവാഹം ചെയ്ത് അയക്കാമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. മതം മാറാൻ പെൺകുട്ടി വിസമ്മതിച്ചതോടെ തനിക്കൊപ്പം വലിയ സംഘമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണി തുടർന്നു. ഭയന്ന പെൺകുട്ടി ഇതിനിടെ ജീവനൊടുക്കാനും ശ്രമിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത പെൺകുട്ടി അമ്മയോട് കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. ഫ്രണ്ട്ഷിപ്പായാണ് തുടങ്ങിയത് എന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട്. പിന്നീട് അത് റിലേഷനായി. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. മതം മാറി ചെല്ലാൻ നിർബന്ധിച്ചപ്പോൾ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. പൊന്നാനിയിൽ സത്യസരണയിൽ ക്ലാസ് നടത്തി അവിടെ നിന്ന് മതം മാറണം എന്ന് പറഞ്ഞ് നിർബന്ധം തുടങ്ങി. കഴിഞ്ഞ 5 മാസങ്ങളായി മകൾ ഭീഷണി നേരിടുകയാണെന്ന് വീട്ടുകാർ പറയുന്നു. ഒരാഴ്ച മുൻപാണ് കാര്യങ്ങളെല്ലാം വീട്ടുകാർ അറിയുന്നത്. അവൾ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നാണ് കരുതിയത്. ആലപ്പുഴയിലെ ഒരാൾ ഇതിന് പിന്നിലുണ്ടെന്നും അമ്മ പറയുന്നു. സംഭവം അറിഞ്ഞതിന് പിന്നാലെ കുടുംബം ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് പക്ഷേ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാണ് ആരോപണം. തുടർന്ന് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.